കേരള ചരിത്രത്തിലേക്കും പ്രത്യേകിച്ച് ക്രൈസ്തവ സഭാ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന അനേകം കാഴ്ചകളാണ് പാലയൂർ പള്ളിയുടെ അധീനതയിൽ സ്ഥാപിച്ചിരിക്കുന്ന മ്യൂസിയത്തിൽ ഉള്ളത്. 2004 ജനുവരി 7 റോമിൽ നിന്നുള്ള ഒരു ബിഷപ്പ് ഇത് ഉദ്ഘാടനം ചെയ്തത്. BC 300 മുതൽ AD 1 നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം നിർണയിക്കപ്പെട്ട തൊപ്പിക്കല്ലും സഭയുമായി ബന്ധപ്പെട്ട മറ്റനവധി പുരാവസ്തുക്കളും ഭംഗിയായി ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. പാലൂർ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗം മുതുവട്ടൂർ ചാവക്കാട് ക്രോസ് റോഡ് കടന്നു പോകുന്നു. ഈ റോഡിൻ്റെ അപ്പുറമാണ് ബോട്ടുകളം. അവിടെ സെൻറ് തോമസ് പ്രതിമയുമുണ്ട്. ഇതിൻ്റെ ഇടതുഭാഗത്താണ് മ്യൂസിയത്തിൻ്റെ ബിൽഡിംഗ് ഉള്ളത്. 1987 ജൂലൈ 15 എറണാകുളം ബിഷപ്പായിരുന്ന ആൻ്റണി പടിയറ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ സെൻറ് തോമസ് പ്രതിമ ഇവിടെ സ്ഥാപിച്ചത്. 77 ലക്ഷമായിരുന്നു അതിൻ്റെ ചിലവ്. 45 അടി ഉയരം ഈ പ്രതിമക്കുണ്ട്. പുരാവസ്തുക്കൾ മ്യൂസിയത്തിൻ്റെ 2 നിലകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു. മ്യൂസിയത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ കേരളീയ സഭാ ചരിത്രത്തിൻ്റെ കുറിപ്പുകൾ കാണാം. മൊത്തത്തിലുള്ള ചരിത്രമാണല്ലേ. അതെന്താ മൈക്കൊന്നും ഇല്ലാത്ത കാലത്ത് അച്ഛൻ പ്രസവിക്കാൻ മോളിൽ ഇരുന്നിട്ട് എൻ്റെ മുകളിൽ ഇരുന്നിട്ടല്ലേ കിടക്കാൻ ഇതുണ്ടാവും. ആ ശരിയാണ്. ഉയരത്തിന് വേണ്ടിയിട്ട് മൈക്കൊന്നും ഇല്ലാത്ത കാലം സീറ്റ് ഉണ്ടാവും, മേലേക്ക് ഇതുണ്ടാവും. മഴ വെയിൽ കൊള്ളാണ്ടിരിക്കും. വലിക്കുന്ന ആൾക്ക് മഴ വെയിലൊക്കെ പോകണം. അയാൾക്ക് രണ്ടാള് വലിക്കാൻ വേണം അല്ലേ? ഒരാള് മതി. ആരാധനാ സമയത്ത് ഇടുന്ന വേഷങ്ങളാണ് ഇത്. താഴെ നിലയിൽ പുണ്യാളന്മാരുടെ പ്രതിമകളും അവയുടെ വിശദീകരണങ്ങളും കാണാം. സ്റ്റാമ്പർക്കുണ്ട് ഇന്ത്യയിലെ 15 പൈസ വരെ, 20 പൈസ കൂടെ കാണും. കുറച്ച് ഇറക്കിണ്ടാവുള്ളൂ. പഴയ ഫോട്ടോസാണല്ലേ. ഈ സാധനത്തിന് എന്താ പറയുക, സ്റ്റാൻഡിന്? പക്ഷെ ഫോട്ടോ ഇങ്ങനെ കാണാം. പോകണ്ടല്ലോ, കളറ് ആയിട്ട് പോകുന്നു. ദേവദാസി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ്.
മറിയം ത്രേസ്യ. ഈ കുഴിക്കാട്ടുശ്ശേരി എന്ന് പറയുന്നത് എവിടെയാണ്? ഈ നിലവട ഭാഗം. ഇനി ഇതിന് നല്ലൊരു മ്യൂസിയം ഉണ്ട്, പറപ്പൂക്കര. അർണോസ് പാതിരിയുടെ അത് വേലൂരാണ്. പറപ്പൂക്കര. ഈ സ്റ്റാൻഡിൽ അനവധി പഴയ ഫോട്ടോകൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ഫോട്ടോയിലെല്ലാം കളറ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിയായിട്ടുള്ള പ്രിസർവേഷൻ അല്ല നടത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാവുന്നു. ഇതെല്ലാം ചർച്ചിനെ അലങ്കരിക്കുന്ന കരകൗശല വസ്തുക്കളാണ്. ഇവിടെ പഴയ ബൈബിളുകളും കൈകൊണ്ടെഴുതിയ ബൈബിളുകളും കാണാൻ പറ്റും. വിവിധ ലോകഭാഷകളിൽ ഇറങ്ങിയിരിക്കുന്ന ബൈബിളുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ കാണാം. വിവിധ ലോകഭാഷകളിൽ ഇറങ്ങിയിരിക്കുന്ന ബൈബിളുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ കാണാം. മനുഗുണമുദയവനരുളാൻ
എങ്ങോ
മറുഗുണമു